ആദ്യത്തെ ക്രിസ്തുമസ് രാത്രിയിൽ ഭയഭക്തി പൂണ്ട് വെളിമ്പ്രദേശത്ത് നിന്ന ആ ഇടയന്മാരോട് സ്വർഗീയ ദൂതൻ പറഞ്ഞതത്രേ, ഫിയർ നോട്ട്, ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത തരുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തുമസ് ഒരു മിഥ്യയല്ല, വെറും പാരമ്പര്യമല്ല, അതൊരു സ്വപ്നമല്ല, പിന്നെയോ അതൊരു മഹത്തായ യാഥാർത്ഥ്യമാണ്. ദ ട്രൂ മീനിങ് ഓഫ് ക്രിസ്മസ് ഈസ് ദി സെലിബ്രേഷൻ ഓഫ് ഗാഡ്സ് അൾട്ടിമേറ്റ് ഗിഫ്റ്റ്, ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ആത്യന്തിക ദാനത്തിൻ്റെ ആഘോഷം, അതത്രേ യേശു ക്രിസ്തുവിൻ്റെ ജനനം. നമുക്കും ലോകത്തിനും നൽകുവാനുള്ള ഏറ്റവും മഹത്തായ സദ്വർത്തമാനം മറ്റൊന്നല്ല. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇവിടെ ശ്രദ്ധേയമായ 2 സത്യങ്ങൾ ഭൂലോകരേവരും അംഗീകരിക്കണം. ഒന്ന്, കർത്താവായ ക്രിസ്തു രക്ഷിതാവാണ്. 2, ആ രക്ഷിതാവ് സകല മനുഷ്യർക്കുമായി ജനിച്ചിരിക്കുന്നു. ഈ 2 സത്യങ്ങളും ഓരോരുത്തരും വ്യക്തിപരമായി അംഗീകരിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിക്കുകയും യേശുവിനായി ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്തുമസ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇന്ന് അനേകർ ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട്, എന്നാൽ ക്രിസ്തുവുള്ള ജീവിതം ആഘോഷിക്കാറില്ല. ഇന്ന് പലരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടവരായിട്ടുണ്ട്, എന്നാൽ ക്രിസ്തുവുമായുള്ള വേണ്ടത്ര ജീവിതമില്ല. മനുഷ്യരെല്ലാവരും എന്തിനെയോ ഒക്കെ വേണ്ടി ജീവിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. ബിസിനസ്സുകാർ ലാഭമുണ്ടാക്കുവാൻ ജീവിക്കുന്നു. മറ്റു പലരും സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ ജീവിക്കുന്നു. ജീവിതത്തെപ്പറ്റി ഒറ്റ വാക്കിൽ പറയാൻ അപ്പോസ്തലനായ പൗലോസിനോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ഇങ്ങനെ പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആകുന്നു എന്ന്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന പ്രയോഗം ആദർശപരമായി തോന്നിയേക്കാം, എന്നാൽ തനിക്ക് വേണ്ടി ജീവിക്കുന്നത് ചെലവേറിയതായിരിക്കുമെന്ന് യേശു കർത്താവ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വാക്യം, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ആ വില കൊടുക്കാൻ ആദ്യ ശിഷ്യന്മാർ തയ്യാറായി. യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകാത്ത ഏതൊരു ക്രിസ്ത്യാനിക്കും ക്രിസ്തുമസ് ആഘോഷിക്കുവാനുള്ള യോഗ്യതയില്ല. അതേസമയം യേശുവിനെ അനുഗമിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും എപ്പോഴും ജീവിതത്തിൽ ക്രിസ്തുമസ് തന്നെയാണ്. അതവർ ജീവിതത്തിൽ അനുഭവിക്കുന്നു, ആഘോഷിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.